വിദ്യാർത്ഥികളുടെ ബോധമണ്ഡലത്തിൽ സമൂലമായ മാറ്റം വരുത്തുവാൻ കഴിയുമ്പോൾ മാത്രമേ അധ്യാപകനും വിദ്യാലയവും സ്മരിക്കപ്പെടുകയുള്ളൂവെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവിച്ചു. മുജുകുന്ന് നോർത്ത് യു പി സ്കൂളിന്റെ 87ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനവും പാഠ്യപ്രവർത്തനവും ഏറെ ആധുനികവൽക്കരിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് നന്മകളുടെ കണികകൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൊളുത്തിവെക്കാനും അധ്യാപകർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മൂവാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജീവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കെ ശങ്കരൻ മാസ്റ്റർ നിർവഹിച്ചു. എൻഡോവ്മെന്റ് വിതരണം മേലടി AEO VP മിനി നിർവഹിച്ചു. ഉപഹാര സമർപ്പണം PTA പ്രസിഡന്റ് സന്തോഷ് സമ്മാനിച്ചു. KK തങ്കം, PK ഗോപി, പങ്കജം മങ്ങാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എന്തുകൊണ്ട് നമ്മുടെ അധ്യാപകന്മാർക്ക് മികച്ച വിദ്യാഭ്യാസം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല? ആര് പറഞ്ഞു CBSE വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, ICSE വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ വാക്ക് എന്ന്? അത് തെറ്റാണ് എന്ന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഹൈസ്കൂൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. സാധാരണക്കാരായ ആളുകളുടെ, പ്രത്യേകിച്ച് ചേരി നിവാസികളുടെ മക്കളാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം പഠിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ പ്രതിബദ്ധത, ആ കുട്ടികളുടെ കൂറ്, അവർ കാണിക്കുന്ന മത്സരബുദ്ധി, അത് ഇന്ത്യയെ മാത്രമല്ല, കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ട് ആ കോട്ടൺ ഹിൽ ഹൈസ്കൂളിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മുജുകുന്ന് നോർത്ത് UP സ്കൂളിനെയും അതുപോലുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറ്റി എടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും ആശങ്കയോ സംശയമോ ഇല്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. അതിന് വേണ്ടത് എന്താണ്? ജനങ്ങളുടെ സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. മക്കളെ ആംഗല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അയച്ചാൽ മാത്രമേ മിടുക്കന്മാരും മിടുക്കികളാകുമെന്ന് ആര് പറഞ്ഞു? അല്ല എന്ന കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ആ കാര്യം ഉറപ്പിച്ച് പറയാറുണ്ട്. അദ്ദേഹം പഞ്ചാബിലെ, നിങ്ങൾക്കറിയാം, ഗോതമ്പ് വിളയുന്ന വയലിലൂടെ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ആ കാലത്തെ ഒരു സൗകര്യമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി KR നാരായണൻ ഉഴവൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിലെ യാതൊരു സൗകര്യവുമില്ലാത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിച്ചു വലുതായതെന്ന കാര്യം അദ്ദേഹം പറയുന്നെങ്കിൽ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ, ഇതുപോലുള്ള LP സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ കേരളത്തെ നയിക്കുന്ന നായകന്മാർ. നമ്മുടെ IAS-കാരായിട്ടുള്ള ആളുകൾ, IPS-കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകളെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നിങ്ങൾ തീർച്ചയായിട്ടും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണരുത് എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കേണ്ടത്.